Hi friends, welcome to JD Media. എൻ്റെ പേര് ജലീൽ. ഫിറ്റ്നസ് സീരീസിലെ മൂന്നാമത്തെ എക്സസൈസായ ഷോൾഡർ മസിൽസുകളുടെ വർക്കൗട്ടുകളെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഷോൾഡർ മസിൽസ് എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ദ കിങ് ഓഫ് അപ്പർ ബോഡി എന്ന് പറയാം. നമ്മുടെ അപ്പർ ബോഡിയുടെ ഒരു ഭംഗി കൂടുതലും ഫോക്കസ് ചെയ്യുന്നൊരു പാർട്ടാണ് നമ്മുടെ ഷോൾഡേഴ്സ് മസിൽസുകൾ. ഷോൾഡർ മസിൽസ് രണ്ട് സെക്ഷനാണ്. ഒന്ന് നമ്മുടെ ഡെൽറ്റോയിഡ്, ഈ ഒരു ഭാഗം, പിന്നെ നമ്മുടെ ട്രപ്പീഷ്യസ്, ഇതൊരു അപ്പർ പാർട്ട്. സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഷോൾഡേഴ്സ് വർക്കൗട്ടിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഇന്നത്തെ ആദ്യത്തെ എക്സസൈസാണ് മിലിറ്ററി പ്രസ്. ഇത് ചെയ്യേണ്ടത് 4 സെറ്റ്സ് ആണ്, 10 to 12 റെപ്പിറ്റേഷൻ. മിലിറ്ററി പ്രസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡെൽറ്റോയിഡ് മസിലുകളെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ട്രൈസെപ്സ്, പിന്നെ ട്രപ്പീഷ്യസ് എന്നീ മസിലുകൾ വളരെയധികം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാനും മസിലുകളുടെ വലിപ്പം കൂടുവാനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ എക്സസൈസാണ് വൈഡ് ഗ്രിപ്പ് അപ്രൈറ്റ് റോ. 4 സെറ്റ്സ്, 10 to 12 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡ് മസിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ട്രപ്പീഷ്യസ് മസിലുകളെയാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെയിറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രപ്പീഷ്യസ് മസിലുകൾ ഒരിക്കലും ഫ്രണ്ടിലോട്ട് തള്ളി വരരുത്. പല ആളുകളിലും കണ്ടുവരുന്നൊരു പ്രവണതയാണത്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഭാവിയിൽ നമ്മുടെ മസിലുകൾക്ക് വളരെയധികം വേദന അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളിത് വളരെ സ്ലോവിൽ ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ എക്സസൈസാണ് ആർണോൾഡ് പ്രസ്. 4 സെറ്റ്സ്, 10 to 12 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസ് നമ്മുടെ ഡംബൽ ഷോൾഡർ പ്രസിൻ്റെ ഒരു എഫക്റ്റീവ് വേരിയേഷൻ ആയിട്ടുള്ള വേറൊരു എക്സസൈസാണ്. നമ്മുടെ ഡെൽറ്റോയിഡ് മസിലുകളെ ടാർഗറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസാണ് ആർണോൾഡ് പ്രസ്. അധികം ഹെവി വെയിറ്റ് ഉപയോഗിക്കാതെ വളരെ സ്ലോവിൽ കറക്റ്റ് റൊട്ടേഷൻ കൊടുത്ത് വേണം നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ. ബോഡി ബിൽഡിങ്ങിലെ ലെജൻഡായ അർണോൾഡ് ഷ്വാർസനഗറുടെ പേരിലാണ് ഈ എക്സസൈസ് അറിയപ്പെടുന്നത്. നമ്മുടെ നാലാമത്തെ എക്സസൈസാണ് സൈഡ് ലാറ്ററൽ റൈസ്. 3 സെറ്റ്സ്, 12 to 15 റെപ്പിറ്റേഷൻ. ഈ എക്സസൈസ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെൽറ്റോയിഡിൻ്റെ ലാറ്ററൽ ഹെഡിനെയാണ്. ഡെൽറ്റോയിഡിൻ്റെ ഡെഫിനീഷനായിട്ടുള്ള ഒരു മെയിൻ വർക്കൗട്ടാണിത്. ഇത് വളരെ സ്ലോവിൽ ചെയ്താൽ മതി, അധികം ഹെവി വെയിറ്റ് യൂസ് ചെയ്യാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഇട്ടിട്ട് സ്ലോവിൽ ചെയ്ത് പരിശീലിക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ അഞ്ചാമത്തെ എക്സസൈസാണ് ബാർബൽ ഫ്രണ്ട് റൈസ്. 3 സെറ്റ്സ്, 12 to 15 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസ് മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റീരിയർ ഡെൽറ്റോയിഡിനെയാണ്. ബാർബൽ ഫ്രണ്ട് റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം ഹെവി വെയിറ്റ് ഉപയോഗിക്കാതെ അതിൻ്റെ പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. സോ നമ്മുടെ ആറാമത്തെ എക്സസൈസാണ് റിവേഴ്സ് പെക് ഡെക് ഫ്ലൈ. 3 സെറ്റ്സ്, 12 to 15 റെപ്പിറ്റേഷൻ. റിവേഴ്സ് പെക് ഡെക് ഫ്ലൈ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ്സ് അഥവാ റയർ ഷോൾഡേഴ്സ് മസിലുകളെയാണ്. അതുപോലെ നമ്മുടെ മേജർ ബാക്ക് മസിൽസുകളെയും ട്രപ്പീഷ്യസിനെയും ഈ ഒരു എക്സസൈസ് ടാർഗറ്റ് ചെയ്യുന്നു. 12 to 15 നമ്പേഴ്സ് ചെയ്യുവാനുള്ള വെയിറ്റ് മാത്രം ഇട്ട് ഇത് പെർഫെക്റ്റോട് കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. സോ നമ്മുടെ ഷോൾഡറിൻ്റെ ഏഴാമത്തേതും അവസാനത്തേതുമായ എക്സസൈസാണ് ഡംബൽ ഷ്രഗ്. 4 സെറ്റ്സ്, 10 to 12 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസ് മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്പർ ആൻഡ് മിഡിൽ ട്രപ്പീഷ്യസ് മസിലുകളെയാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ട്രപ്പീഷ്യസ് ഒരിക്കലും ഫ്രണ്ടിലോട്ട് വെയിറ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് ട്രപ്പീഷ്യസ് മസിൽസ് ഒരിക്കലും ഫ്രണ്ടിലോട്ട് തള്ളി കൊണ്ട് ചെയ്യരുത്. പലരിലും കാണുന്ന ഒരു പ്രവണതയാണത്. സോ നിങ്ങൾ വളരെ സ്ലോവിൽ നിങ്ങളുടെ ട്രപ്പീഷ്യസ് മസിലുകൾ റിപ്പോസിഷൻ ചെയ്യാതെ വളരെ പെർഫെക്റ്റോടുകൂടി മാക്സിമം ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്കൗട്ട് ഷോൾഡേഴ്സ് മസിൽസിൻ്റേതായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫീച്ചർ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു സീരീസ് വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.